വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മളിന്നൊരു അധികം ചെലവില്ലാണ്ട എഫക്റ്റീവായിട്ട് ഒരു ഫേസ് പാക്ക് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. രണ്ട് തരം പാക്ക് ഉണ്ട് നമുക്ക്. ഒരെണ്ണം കൊറിയൻ പാക്കും ഒരെണ്ണം ഇന്ത്യൻ കേരള സ്റ്റൈൽ പാക്കും ആണ്. അപ്പൊ ഞാൻ അതിന്റെ കൊറിയൻ പാക്ക് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മളെ കൊറിയൻ പാക്ക്. ഇതിട്ട് കണ്ട് മറ്റേ പാൽപ്പൊടി മിൽക്ക് പൗഡറും പിന്നെ അരിപ്പൊടി റൈസ് പൗഡറും പിന്നെ തക്കാളി ടൊമാറ്റോ ഇട്ടേക്കണേ. ഇതാണ് നമ്മളെ കേരള സ്റ്റൈൽ പാക്ക്. ഇതില് കടലമാവും അരിപ്പൊടിയും തക്കാളിയുമാണ് ഇട്ടേക്കണേ കേട്ടോ. അപ്പൊ നമുക്കിത് ഈ മുഖത്തിന്റെ പകുതി ഒരു പാക്കും മറ്റേ പകുതി ഒരു പാക്കും ഇടാം. ഏതാണ് കൂടുതൽ എഫക്റ്റീവ് എന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം ഈ സൈഡിൽ കൊറിയൻ പാക്ക് ഇട്ട് നോക്കട്ടെ. എന്താണെന്ന് അറിയിക്കട്ടെ. ബ്രഷ് ഒന്നും ഇല്ലാത്ത കഴിച്ച് തേക്കാൻ നമുക്കത് ഹാൻഡോട് തേച്ച് കൊടുക്കാം. പകുതി ഹാഫ് ആക്കാം കേട്ടോ. പ്രത്യേകിച്ച് മണമൊന്നും ഇല്ല കേട്ടോ ഗൈസ്. മണമൊക്കെ കണക്ക് തന്നെയാണ്. ഹാഫായി ഡിവൈഡ് ഈ സ്ഥലത്ത് നമുക്ക് കൊറിയൻ പാക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ മുൻപും ഇതുപോലത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെന്തോ അത്ര സക്സസ് ആയില്ല. അത് ഞങ്ങൾ എടുത്തതിന്റെ കുഴപ്പമാണോ അതോ വീഡിയോ എന്തെങ്കിലും കുഴപ്പമാണോ അറിയില്ല. അത് അത്ര സക്സസ് ആയില്ല. അത്ര ക്ലാരിറ്റി ഉണ്ടാവില്ല വീഡിയോക്ക്. അപ്പൊ ഇതിന്റെ പാർട്ട് 2 എല്ലാം ഇത് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഇട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ കൊറിയൻ പാക്ക് ഏകദേശം കഴിയാറായിട്ട് ഫസ്റ്റ് ലെയർ കഴിയാറായിട്ട് ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കംപ്ലീറ്റ് ചെയ്യാം. 2 ലെയറൊക്കെ ആയി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മറ്റേ ലെയറാണ് നിങ്ങളുടെ ഇഷ്ടം ഇട്ട് കൊടുത്തോ. പിന്നെ അരിപ്പൊടിയാണ് മെയിൻ. രണ്ട് പാക്കുകളിലും അരിപ്പൊടി എന്തായാലും വേണം. അരിപ്പൊടിയാണ് എഫക്റ്റീവ്. പിന്നെ സൈഡായിട്ടാണ് കടലമാവും കൊറിയൻ പാക്കിലുള്ള പാൽപ്പൊടിയും ടൊമാറ്റോ ഒക്കെ. ടൊമാറ്റോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാം. തൈര് ഉപയോഗിക്കേണ്ടതാവും കുറച്ചും കൂടി നല്ലത്. ടൊമാറ്റോക്കും എഫക്റ്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഇവിടെ തൈരില്ല. അപ്പൊ നമ്മൾ ടൊമാറ്റോ ഉപയോഗിക്കണേ. ഞാൻ ടൊമാറ്റോ ഉണ്ട് കഴിച്ചിട്ടേ. തൈര് ഇട്ടുണ്ടെങ്കിൽ ഒരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമ്മള് കൊറിയൻ പാക്ക് ഇട്ട് കഴിഞ്ഞു. ഇനി മറ്റേ സൈഡില് നമുക്ക് മറ്റേ ഈ പാക്ക് ഇട്ട് കൊടുക്കാം. മറ്റേ കേരള സ്റ്റൈൽ പാക്ക്. അപ്പൊ ഇങ്ങോട്ട് നമുക്ക് ഇപ്പൊ ഞാൻ ഈ സൈഡില് കൊറിയൻ പാക്കും ഈ സൈഡില് നമ്മളെ കേരള സ്റ്റൈൽ പാക്കും ഇട്ട് കൊടുക്കാം കേട്ടോ. വീഡിയോയിൽ കാണുമ്പോ ഏകദേശം ഒരേ കളറൊക്കെ ആണെങ്കിലും ക്യാമറയിൽ ഷൂട്ട് ചെയ്യുമ്പോഴതാ രണ്ടും ആക്ച്വലി രണ്ടും കളറാണ് കേട്ടോ. ഇതൊരു കൊറിയൻ പാക്ക് ഒരു വൈറ്റ് ഓഫ് വൈറ്റ് കളറിലും ഇതൊരു ടർമറിക് പോലത്തെ ഒരു കളറാണ് ഗൈസ്. ക്യാമറയിൽ എല്ലാം ഒരേപോലെയാണ് തോന്നുന്നത്. നമ്മൾ 2 ലെയർ ഇട്ട് കഴിഞ്ഞു. 2 ലെയറും 2 പാക്ക് ഇട്ട് കഴിഞ്ഞു. ഈ സൈഡില് കൊറിയൻ പാക്കും ഈ സൈഡില് കേരള സ്റ്റൈൽ പാക്കും. ഇത് ഉണങ്ങാനായി കാത്തിരിക്കാം ഗൈസ്. അപ്പൊ ഉണങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഗൈസ് ഇത് ചെയ്യുമ്പോ
മറ്റേ പൊട്ട ഡ്രസ് ഇട്ട് വേണം കേട്ടോ. കാരണം ഇത് കണ്ട ഇവിടെയൊക്കെ ഡ്രസ്സിനൊക്കെ ആവാൻ നല്ല ചാൻസ് ഉണ്ട്. ഈ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രസ്സ് ഊരിയിട്ട് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ പൊട്ട ഡ്രസ് ഇട്ട് നമുക്ക് ചെയ്യാം. മേത്തൊക്കെ ആവും ഡ്രസ്സിനൊക്കെ ആവും പണി പാടും കേട്ടോ. പിന്നെ ഗൈസ് ഇത് ഉണ്ടാക്കുമ്പോ നല്ല ലൂസായിട്ടുള്ള ബാറ്റ് വേണം കേട്ടോ ഗൈസ്. എന്നാൽ അത് മുഖത്ത് ഇരുന്ന് നന്നായി ഉണങ്ങുള്ളൂ. നല്ല ലൂസായിട്ടുള്ള ബാറ്റ് വേണം. അതിങ്ങനെ പെട്ടെന്ന് ഡ്രൈ ആവും, മുഖത്തിന് എഫക്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പൊ ഗൈസ് ഇത് ഏകദേശം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് കഴുകി കളഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് കഴുകാൻ പോവാം. കഴുകി കളയാൻ പോവാം ഗൈസ്. അപ്പൊ കഴുകി കളഞ്ഞിട്ട് കാണാം. അപ്പൊ ഗൈസ് നമ്മുടെ കൊറിയൻ പാക്കാണ് ഇത് ചെയ്യിച്ചിരിക്കണേ. ഇതിലൊരു മറ്റേ കേരള സ്റ്റൈൽ പാക്കിലൊരു ഇൻസ്റ്റന്റ് ഗ്ലോ ആണ് കിട്ടിയിരിക്കണേ. പക്ഷെ ഇതിലൊരു സ്മൂത്ത്നെസ്സും ഒരു റെഡിഷ് കളറും ലൈറ്റ് റെഡ് ബ്ലഷ് ഒക്കെ ഇട്ട പോലത്തെ ഇതും പിന്നെ ഒരു ഇതിനും ഇൻസ്റ്റന്റ് ഗ്ലോ, ഒരു ഗ്ലാസി സ്കിന്നൊക്കെ പോലത്തെ ഗ്ലോയിങ് ആയിട്ട്. ഇതാണ് മറ്റേ കൊറിയൻ പാക്ക് ഒന്നും കൂടി നല്ല പാക്ക് എൻ്റെ അഭിപ്രായത്തില്. അപ്പൊ ഇതും കുഴപ്പമില്ല, പക്ഷെ ഇതാണ് ജയിച്ചിരിക്കണേ. അപ്പൊ ഇത്രയുള്ള നമ്മളെ വീഡിയോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും വേണമെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്യാം. തൈരാവും ഒന്നുകൂടി നല്ലത്. ഞാനിതിപ്പോ കുളിക്കാൻ പോവാട്ടോ ഗൈസ്, അല്ലെങ്കിൽ ആകെ നനയും. ഒരു ടവല് കിട്ടിയിട്ടാണ് ഞാൻ അത് കഴുകിയത്, അല്ലെങ്കിൽ ആകെ മേത്തൊക്കെ ആയേനെ.